ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നമുക്ക് എപ്പോൾ ഇഷ്ടമുണ്ടോ അപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് സേമിയ ഉപ്പുമാവ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 300 ഗ്രാം സേമിയ എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് ആദ്യമേ അടുപ്പ് കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. നമ്മളെ പാത്രം ചൂടായി. ഇതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഇതിലോട്ട് എണ്ണ ചൂടായി, തീ ഒന്ന് കുറയ്ക്കാം. ഇതിലോട്ട് ഈ സേമിയയിലെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ, കാര്യം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. നമ്മുടെ സേമിയയെല്ലാം നല്ല വറുത്ത് വരുന്നുണ്ടേ. കരിഞ്ഞു പോലെ തീ ഇടയ്ക്ക് കുറച്ചിട്ട് കൊടുക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണേ. ഒരു മിനിറ്റ് മതി, 1 മിനിറ്റ് 1.5 മിനിറ്റ് മതി വറുക്കാനായിട്ട്. കാര്യം തീ കുറച്ചിട്ട് വേണം ചെയ്യേണ്ട, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മതിയേ. ഇത് വറുക്കാതിരുന്ന് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. വറുത്ത് കഴിഞ്ഞാൽ കുഴയില്ല. ഇനി ഇതിനകത്ത് നമ്മൾ ഈ തിളപ്പിക്കാൻ പറ്റില്ലേ, ഞാൻ തീ കുറച്ചിട്ടേക്ക് വെള്ളം തിളച്ച് കിടക്കുക, ഗ്യാസ് ഓഫാക്കി. ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3-3.5 ഗ്ലാസ് വെള്ളമുണ്ടേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അല്ല, ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഈ സേമിയയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഒരു തീ ഒന്ന് മീഡിയത്തിനേക്കാൾ ഇച്ചിരി കുറച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ നടന്ന് വേകട്ടെ. ഇനി നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് ഇപ്പം വേവേ ഒന്ന് നോക്കാം. എന്തായാലും തീ കുറച്ചായിട്ടേക്കുന്നേ, അല്ലേ വെള്ളം അങ്ങ് പറ്റും. വെള്ളം പറ്റിപ്പോവും, സേമിയ വേവാതെ ഇരിക്കേ. സേമിയ അങ്ങ് വെന്ത് കുഴയും ചെയ്തേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ സേമിയ വെന്തിട്ടുണ്ട്. കറക്റ്റ് വെള്ളം ഒരു 3-3.5 ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഇപ്പം ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയൊക്കെ ഇല്ലേ, ഒരു 10-12 ബീൻസ്, അത് ഞാൻ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ക്യാരറ്റ്, അത് വലിയ ക്യാരറ്റ് അല്ല, ഇടത്തരം 2 ക്യാരറ്റ്, അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കേ. അതുപോലെ 1 ക്യാപ്സിക്കം, അതും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു പിടി, ഇത് ഫ്രോസൺ ആട്ടോ, ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പ് കത്തിക്കേ. ഇതൊന്ന് നോക്കട്ടെ. മതിയേ. ഞാൻ അന്നേരം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇത് വെന്തിട്ടും ഉണ്ട്, നല്ല വെന്തിട്ടും ഉണ്ട്, കുഴഞ്ഞും പോയിട്ടില്ല, വെള്ളവും കറക്റ്റായിരുന്നേ. ഇത് മതി. ഇതിങ്ങോട്ട് അത് മാറ്റി വെക്കാം. ഈ അടുത്ത് വെച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മളെ പാത്രം ചൂടായി. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. അതുകൊണ്ട് ഒരു
ഒരു 1-1.5 ടേബിൾ സ്പൂണിനകത്ത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. ഈ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്ത് ഇതിനകത്തോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തേ. 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് വെച്ച് കൊടുത്ത് 1 കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തേ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് ഈ ബീൻസ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പിഞ്ച് ബീൻസ് ഇതിനൊക്കെ എടുക്കാവുള്ളേ. ഇതിനകത്തോട്ട് ബീൻസ് ഇട്ട് കൊടുക്കേ. ബീൻസ് ഒന്ന് ചെറിയ എടുക്കാം. എല്ലാത്തിനും ഒരു വേവ് തന്നെ, എന്നാലും ബീൻസ് ഒരു മതി. ഇനി ഇതിനകത്ത് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. രണ്ടോടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ അതിട്ട് കൊടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് കുറയ്ക്കേ. ഇതൊരു ഒരു 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 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഒന്ന് കവർ ചെയ്യേ. തീ ചെറിയ തീയിലായിരിക്കണേ. നമ്മുടെ പച്ചക്കറി നോക്കേ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ടേ. ചെറിയ തീയിലാണേ ഇട്ടേക്കുന്നത്. ഞാനിത് ഉപ്പൊന്നും ഇട്ടിട്ടില്ലേ. ഇനി ഇതിനകത്ത് ഈ ക്യാപ്സിക്കം ഇല്ലേ അതരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സേമിയയിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഈ പച്ചക്കറിക്ക് വേണ്ടുന്ന ഉപ്പേ. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇതൊന്നും അടയ്ക്കാം. ക്യാപ്സിക്കം അതിന് വേവില്ല, പിന്നെ വെന്ത് കുഴഞ്ഞാൽ ചീത്തയായി പോവും, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു ടേസ്റ്റും ഇല്ലാതായിട്ടേ. അതുകൊണ്ട് അധികം കുഴയും വേണ്ട, എന്നാൽ ചെറിയൊരു ഒന്ന് വാടിക്കോട്ടെ. 1 മിനിറ്റ് കിടന്നാൽ മതി. ചെറിയ തീ തന്നെ കേട്ടോ. നമ്മുടെ പച്ചക്കറിയൊക്കെ നോക്കേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നു, തീ കുറച്ചേ ഇടാവുള്ളൂ, കൂട്ടരുത്. ഇതൊക്കെ വെന്തേ. ഇത്രയും വെന്താൽ മതി. ഇനി ഇതിനകത്ത് ഇത് കുഞ്ഞു സ്പൂണേ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതിയേ. നല്ല സുഖമായിട്ട് കഴിച്ചോളൂ. അപ്പോഴും പച്ചമുളക് ഇടുന്ന സൂക്ഷിക്കണം, പിള്ളേർക്ക് എരിയരുതല്ലോ. ഇനി ഇതിലോട്ട്
1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്നുകൂടെ നിറച്ച് വെക്കേ, ഈ മസാലയുടെയൊക്കെ ഇതൊന്ന് പിടിക്കട്ടെ. ഓക്കെ, നല്ല മണം വരുന്നുണ്ട് ഗരം മസാലയുടെയൊക്കെ. ഇനി ഇതിനകത്ത് ഒരു തക്കാളി, ജസ്റ്റ് നല്ല മിക്സ് ചെയ്തിട്ട്, തക്കാളി നല്ല സ്ലൈസായിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണേ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കല്ലേ, ഇതൊന്ന് അടയ്ക്കേ, ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഈ സെയിം തീ തന്നെ, ചെറിയ തീ തന്നെയാണ് ഇരിക്കേണ്ടത്. ഇത് ഒരു മിനിറ്റോളം ഇരിക്കട്ടെ, 1-1.5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. തക്കാളി ഒന്നും ചെറിയൊരു സോഫ്റ്റ്നെസ് വരട്ടെ. നമ്മുടെ പച്ചക്കറി എന്തായെന്ന് നോക്കേ. തക്കാളിയൊക്കെ റെഡി, ഇത്രയും മതിയേ, കുഴഞ്ഞു പോകരുത് ഒന്നും, തക്കാളി ഒന്നും കുഴഞ്ഞു പോകരുത്. എന്നാൽ അതിൻ്റെ ഉള്ളൊന്നും ഒരു സോഫ്റ്റ്നെസ് വേണം, കണ്ട. ഇനി ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതും കുഴഞ്ഞു പോകും. ഇനി ഇതിങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ അടുപ്പ്, ഈ പാത്രമില്ലേ സേമിയുടെ, അതിങ്ങോട്ട് വെക്കാം. ഒരു കവറെടുത്ത് ഇതൊന്ന് നല്ല ഇതെല്ലാം ഒന്ന് ഇളക്കട്ടെ. കറക്റ്റ് വേവാണിത്, കുഴഞ്ഞും പോയിട്ടില്ല, ഒന്നും ഒട്ടിയും പിടിച്ചിട്ടില്ലേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ വാട്ടിക്കൊണ്ട് റെഡിയാക്കൊണ്ടുവന്ന മസാലയില്ലേ, പച്ചക്കറി, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടില്ലേ, ചെറിയ തീയിലാണ് കിടക്കുന്നത്. എന്ത് സൂപ്പർ സാധനം എന്നറിയാം, കഴിക്കാനും എന്ത് ടേസ്റ്റാണെന്നറിയാം. ഇത് നെയ്യിൽ വേണമെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാം, മസാല റെഡിയാക്കാം. ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത് തീ ഇട്ട് കൊടുക്കാതിരിക്കുക, അധികം തീ കാണരുത്. ചെറിയ തീയിൽ, ഇത് ഈസിയാ, ഇത്ര ഈസിയുള്ളൊരു സാധനം പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ടോ. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ മീഡിയത്തിൽ വെക്കാം. ഇനി തീ കുറയ്ക്കാം. ഇനി നമുക്കിതൊന്ന് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കാര്യം ഈ മസാലയൊക്കെ ഇട്ടല്ലേ, എല്ലാം മിക്സ് ചെയ്തല്ലേ, അതിൻ്റെ ആവിയിലൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇതിൻ്റെ എല്ലാം ഒരു
ഒരു മിക്സിങ് അല്ല ഒന്ന് കിടക്കട്ടെ, ഒരു മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ, തീ കൂട്ടണ്ട. നമുക്ക് നോക്കേ, ഒരു മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളേ. ഓ, നല്ല മണം, വിശ്വസിക്കാൻ പറ്റാത്തൊരു മണം. ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയില, ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുക്കാം മതി, നിർബന്ധമൊന്നുമില്ല. കുറച്ച് മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയില. ഇനി ഇതിട്ട് അടച്ചു വെക്കുക ഒന്നും വേണ്ട. എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം തെറിച്ച് പോകും. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഗ്യാസ് ഓഫാക്കുവേ. മല്ലിയില ഇട്ട നല്ലൊരു മണവും നല്ല ഗുണമൊക്കെ അല്ലേ, നല്ല ടേസ്റ്റേ. ഇനി ഇതിനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പുണ്ട്, കാര്യമെല്ലാം സേമിയക്കൊക്കെ ഉപ്പുണ്ടായിരുന്നു. സൂപ്പർ സാധനേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടേക്കെ. അപ്പം ഇതുപോലെ സേമിയ ഉപ്പ ഉണ്ടാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.